അംഗൻവാടി ജീവനക്കാരുടെ വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്നവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോകില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണിത്. 1000 രൂപ കൂട്ടിയത് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമും ഉണ്ട് നമുക്ക്. അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ പൂർണ്ണമായ തീരുമാനം നമ്മൾ വരും കേട്ടോ. ഇതാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നിയമസഭാ സമ്മേളനം മെയ് 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുമായി നിയമസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നതനുസരിച്ച് മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കൂടി ഉണ്ടാവും. നമ്മുടെ സഭയിലെ ഏറ്റവും സീനിയറായ അമ്പലപ്പുഴ MLA കൂടിയായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കുന്നതിന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ജി സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. പറയാം അത് ഗവർണറുടെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പിന്നെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് രാജിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജി സ്വീകരിച്ചു. അഡ്വക്കേറ്റ് ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി, സീനിയർ അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ ജയ്ജു ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാൻ തീരുമാനിച്ചു. അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജിയുടെ രാജി സ്വീകരിച്ചു. ശ്രീ T അസഫ് അലി, അഡ്വക്കേറ്റ് T അസഫ് അലി, നേരത്തെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്. അദ്ദേഹത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട തീരുമാനം നമ്മൾ ഓംബുഡ്സ്മാൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ, PSC മെമ്പേഴ്സ്, ഇൻഫർമേഷൻ കമ്മീഷണർ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. അപ്പോൾ അത് പുതിയ മന്ത്രിസഭ, പുതിയ ഗവൺമെൻറ് അത് അറിയിക്കും എന്ന് ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15/12/2023 ഈ നവകേരള സദസ്സിൻ്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നും മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇത്രയാണ്
തീരുമാനങ്ങൾ. പിന്നെ മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ക്യാബിനറ്റ് പരിശോധിച്ചിട്ടുണ്ട്. അത് കുറെ കൂടി മെച്ചപ്പെടുത്തി കുറെ കൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി അത് സ്വീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ച ക്രമമനുസരിച്ച് ഇതൊരു കൺവെൻഷനലായിട്ട് ചേരുന്നതാണ്. അടുത്തതും അത് ചെയ്യും.